സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് 2 പോർട്ട് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ് നിങ്ങൾ ഫിഫ്ത്ത് മോഡ്യൂളുള്ളത് 2 പോർട്ട് നെറ്റ്വർക്കാണ്. അപ്പം എന്താണ് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക്? എന്താണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? പേര് തന്നെയാണ് 2 പോർട്ട് അല്ലേ. അതായത് ഒരു പെയർ ഇൻപുട്ട് ടെർമിനൽസും ഉണ്ടാകും, ഒരു പെയർ ഔട്ട്പുട്ട് ടെർമിനൽസും ഉണ്ടാകും. അപ്പോൾ ഇൻപുട്ട് ടെർമിനൽസിൽ എന്തുണ്ട്? വോൾട്ടേജ് ഉണ്ട് V1, കറണ്ട് ഉണ്ട് I1. സിമിലർലി ഔട്ട്പുട്ട് ടെർമിനൽസിൽ വോൾട്ടേജ് ഉണ്ട് V2, കറണ്ട് ഉണ്ട് I2. ഇതാണ് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ 2 പോർട്ട് നെറ്റ്വർക്കിനെ എന്ത് ചെയ്യണം? മോഡൽ ചെയ്യണം. 2 പോർട്ട് നെറ്റ്വർക്കിനെ മോഡൽ ചെയ്യണം. അപ്പം മോഡൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സർക്യൂട്ടായിട്ട്, ഈക്വലൻ്റ് സർക്യൂട്ടായിട്ട് വരയ്ക്കുക, റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം സെറ്റ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ, ടി പാരാമീറ്റർ. സെറ്റ് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, എച്ച് പാരാമീറ്റർ, ടി പാരാമീറ്റർ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഇതിൽ നിങ്ങൾ 2 പോർട്ട് നെറ്റ്വർക്ക് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ സർക്യൂട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണൊരു 2 പോർട്ട് നെറ്റ്വർക്ക്. വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് ടെർമിനൽസിലുള്ള വോൾട്ടേജ് ആണ് V1, കറണ്ട് I1. സിമിലർലി ഔട്ട്പുട്ട് ടെർമിനൽസിലുള്ള വോൾട്ടേജ് ആണ് V2, കറണ്ട് I2. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സർക്യൂട്ടിനെയും ഓരോ പാരാമീറ്റേഴ്സും ആയിട്ട് മോഡൽ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് നമുക്ക് പഠിക്കാം, സെറ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ഇമ്പിഡൻസ് പാരാമീറ്റർ. അപ്പോൾ എന്താണ് ഒരു സെറ്റ് പാരാമീറ്റർ? അതെന്താണ് ഒരു സെറ്റ് പാരാമീറ്റർ? എന്താണ് സെറ്റ് പാരാമീറ്റർ എന്ന് വെച്ചാൽ? സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പിഡൻസ് ആണ് അല്ലേ. സെറ്റ് ഈസ് ഈക്വൽ ടു ഇമ്പിഡൻസ് ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് ഇക്വേഷനിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അങ്ങനെയാണ് ഒരു ഇമ്പിഡൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ V1 ഈസ് ഈക്വൽ ടു, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. സിമിലർലി V2ൻ്റെ ഇക്വേഷൻ കിട്ടും. V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. Z21 I1 പ്ലസ് Z22 I2. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഓരോ വാല്യൂസ്, സെറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടല്ലോ അല്ലേ. Z11 Z12 Z21 Z22, ഈ ഓരോ വാല്യൂസും ഇനി കണ്ടുപിടിക്കണം. ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തു. എന്താണ് ചെയ്തതെന്ന് നോക്കിക്കോ. മേക്ക് I2 ഈസ് ഈക്വൽ ടു 0. I2 എന്ത് ചെയ്തു? 0 ആയിട്ട് മേക്ക് ചെയ്തു.
I2 ഏതാണ് I2 ഔട്ട്പുട്ട് ടെർമിനലുള്ള കറൻ്റ് ആണിത് I2. അപ്പോൾ I2 0 ആയിട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ടെർമിനൽ എന്തില്ല, കറൻ്റ് ഇല്ല. അതായത് ഔട്ട്പുട്ട് ടെർമിനൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് ടെർമിനലിന് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ I2 ഈ രണ്ട് ഇക്വേഷൻസിലും V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷനിൽ എന്തുണ്ട്, I2 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ I2 0 ആയിട്ട് അപ്ലൈ ചെയ്തു. I2 0 ആയിട്ട് കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് പുതിയ V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. I2 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻ കിട്ടുമല്ലോ. V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻ കിട്ടും. V1 ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി, V1 ഈസ് ഈക്വൽ ടു Z11 I1. V1 ഈസ് ഈക്വൽ ടു Z11 I1. ഇത് നിന്ന് Z11 ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും, V1 ഡിവൈഡ് ബൈ I1. Z11 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ I1. അതുപോലെ എന്ത് കിട്ടും, V2ൻ്റെ ഇക്വേഷനും കൂടെ അവിടെയുണ്ട്. V2 ഈസ് ഈക്വൽ ടു Z21 ഇൻറ്റു I1. V2 ഈസ് ഈക്വൽ ടു Z21 ഇൻറ്റു I1. അപ്പോൾ Z21 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ I1. Z21 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ I1. അപ്പം ഇതിൽ ഔട്ട്പുട്ടിലുള്ള കറണ്ട് ഓപ്പൺ സർക്യൂട്ട് I2 0 ആക്കിയിട്ട് വച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ രണ്ട് Z11ഉം Z21ഉം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് മാത്രം പോരല്ലോ, ഇനി എന്തൊക്കെ വേണം, Z12 വേണം, അതുപോലെ Z22ഉം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെങ്ങനെ കണ്ടുപിടിക്കും, അതിന് വേറെ ഒരു കണ്ടീഷൻ കൂടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് മേക്ക് I1 ഈസ് ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, I2 0 ആയിട്ട് അപ്ലൈ ചെയ്തു അല്ലേ, I2 0 ആയിട്ട് അപ്ലൈ ചെയ്തു. I2 എന്താണ് ഔട്ട്പുട്ടിലുള്ള കറണ്ട്. ഇവിടെ എന്താണ് I1 ആണല്ലേ, I1 എന്താണ് ഇൻപുട്ടിലുള്ള കറണ്ട്. I1 ഇൻപുട്ടിലുള്ള കറണ്ടാണ്. അപ്പോൾ I1 ഈക്വൽ ടു 0 ആയിട്ട് കൊടുത്താൽ ഇൻപുട്ട് ടെർമിനൽ എന്താകും, ഓപ്പൺ ആവുമല്ലോ. I1 ഇൻപുട്ടിലുള്ള കറണ്ടാണ്. I1 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഇൻപുട്ട് ടെർമിനലുള്ള കറണ്ട് 0 ആകും. അതായത് ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ആകും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾ നോക്കുക, ഈ ഒരു രണ്ട് ഇക്വേഷൻസിൽ I1 ഉണ്ടല്ലോ. അപ്പോൾ I1ൽ I1 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, V1ൻ്റെയും V2ൻ്റെയും ഇക്വേഷൻസ് കിട്ടും. അപ്പം അങ്ങനെ I1 ഈക്വൽ ടു 0 എന്ന് അപ്ലൈ ചെയ്യുക.
അപ്പോൾ എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു V1 ഈസ് ഈക്വൽ ടു Z12 I2. ഇതിൽ നിന്ന് Z12 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ I2 എന്ന് കിട്ടും. സിമിലർലി V2ൻ്റെ ഇക്വേഷൻസും എഴുതാം. V2 ഈസ് ഈക്വൽ ടു Z22 I2. V2 ഈസ് ഈക്വൽ ടു Z22 I2. അപ്പോൾ ഇതിൽ നിന്ന് Z22 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ I2. അപ്പോൾ ഇവിടെ നിന്ന് Z11 Z21 Z12 Z22 ഇത് ഓരോന്നും കിട്ടിയല്ലോ. ഇതാണ് Z പാരാമീറ്റർ. ഇത് നമ്മൾ ഒരു ഈക്വലൻ്റ് സർക്യൂട്ട് ഇതൊക്കെ വച്ചിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഈക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കണം. അപ്പം എങ്ങനെയാണ് വരയ്ക്കുക? ആ ഇക്വേഷൻ നോക്കുക, വീണ്ടും നോക്കുക. V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 അല്ലേ? അതുപോലെ V2 ഈസ് ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഈ രണ്ട് ഇക്വേഷൻ വച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മോഡൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് വരയ്ക്കുക? V1 ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. KVL ഇല്ലേ, KVL അത് വച്ചിട്ടാണ് ഈ ഒരു പാർട്ട് വരച്ചത്. സിമിലർലി സെക്കൻഡ് പാർട്ടും V2 ഈസ് ഈക്വൽ ടു Z22 I2 പ്ലസ് Z21 I1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Z പാരാമീറ്റർ മോഡൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ചെയ്യേണ്ടത്. ആദ്യം ഇക്വേഷൻസ് നോക്കുക. ഇക്വേഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോ വാല്യൂസും Z ആണെങ്കിൽ Z, Y ആണെങ്കിൽ Y. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് Z ആണ്. അപ്പോൾ Z-ൻ്റെ ഓരോ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കുക. അതിനുശേഷം ഈക്വലൻ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് Y പാരാമീറ്ററിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം.